MLA മാർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 MLA മാരാണ്, സിറ്റിംഗ് MLA മാരാണ് മത്സരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF MLA മാരെ മത്സരിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടു. MP മാർ തിരിച്ചു മത്സരിക്കുക എന്നുള്ള അതിനുള്ളൊരു സാധ്യത ഉണ്ടോ? അത് ഒരു സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു മൂവാണ്. അല്ല, ഇലക്ഷനിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ രീതികളും അവലംബിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളൊരു കാര്യമല്ല. അപ്പോൾ MP ആണോ മറ്റെന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെയാണ് ആ ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഉള്ള സ്വാധീനമാണ്. ഒരുപക്ഷെ MP എന്ന നിലയിലല്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലും നിലയിലൊക്കെ അവിടെ സ്ഥാനം ഉറപ്പിച്ച ആളുകൾ എന്ന നിലയിലായിരിക്കാം പരിഗണിക്കുന്നത്. പക്ഷേ MP മാർ എന്ന നിലയിൽ അവരുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഒരു ഘടകമായിരിക്കും. അപ്പോൾ MP മാർ മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പം തന്നെ ഏതാണ്ട് ഒരു ഡസനോളം ആളുകൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുവെന്നും അതിൽ വളരെ ജനസ്വാധീനമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ ജനസ്വാധീനം എന്നുള്ള ഘടകം എങ്ങനെ അളക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അളക്കാനുള്ളൊരു മാർഗമായിട്ടാണ് കാണുന്നത് MP-യുടെ പ്രവർത്തനം. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ പോപ്പുലാരിറ്റി അളക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. അപ്പം കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അത്ര ഒരു പാർട്ടി പ്രവർത്തനവും അവരുടെ പാർലമെൻ്ററി രംഗത്തുള്ള പ്രവർത്തനവും രണ്ടും പരിഗണിക്കാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പോപ്പുലാരിറ്റി അളക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ ഒരു ഘടകം എന്നുള്ളത് ഈ പാർലമെൻ്ററി രംഗത്തുള്ള പ്രവർത്തനം മികവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഇവരൊക്കെ മത്സരിച്ച് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ എന്താവും? പിന്നെ ലോക്സഭ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്താവും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ BJP വളരെ സീരിയസ് ആയിട്ട് കേരളത്തെ നോട്ടമിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷാ വന്നിട്ട് പറഞ്ഞു വിഷൻ 2026 ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ന് പിണറായി വിജയൻ അക്കാര്യം പറഞ്ഞു ഇന്നത്തെ മീറ്റിങ്ങിൽ. വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട് BJP-യുടെ കടന്നു കയറാനുള്ള ശ്രമം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ മത്സരിച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുമല്ലോ. അപ്പോൾ ഒന്നുകിൽ MP-മാർ മത്സരിച്ച് കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരും. അങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-ക്കുള്ള അവസരം എന്ത് എന്നുള്ളത് പ്രധാന ഘടകമാണ്. പക്ഷേ പുറമേയുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളമാണ് പ്രധാന ഘടകം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാം. കാരണം കേരളത്തിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു പ്രോപ്പഗാൻഡ, അതൊരു പ്രോപ്പഗാൻഡ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴുള്ള ഈ പ്രതിഭാസങ്ങളൊക്കെ വച്ചിട്ട് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് CPM വളരെ സീരിയസ് ആയിട്ട് 3-ാം തവണ അധികാരത്തിൽ വരിക എന്ന കാര്യം വളരെ സീരിയസ് ആയി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ MP-മാരെ മത്സരിപ്പിക്കുക എന്നുള്ളത് എത്രമാത്രം എന്താ പറയുക ഒരു പൊളിറ്റിക്കലി വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആവും എന്ന കാര്യം സംശയമുണ്ട്. ഒന്നോ രണ്ടോ പേര് മത്സരിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ഈ ഒരു ബൾക്കായിട്ട് MP-മാരെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അല്ലേ, ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് വേക്കൻ്റ് ആവുന്ന സീറ്റ് എങ്ങോട്ട് പോവും? അത് BJP എന്ന ത്രെറ്റ് അവിടെ നിൽക്കുന്നത് കൊണ്ട് അത് അത്ര വലിയൊരു സേഫ് ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല.